ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ സി അനാലിസിസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് യൂസിങ് ഹൈബ്രിഡ് പൈ മോഡൽ. സോ ഇതാണ് നമ്മുടെ ബേസിക് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിരുന്നു, എന്താണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നുള്ളതും അതിൻ്റെ ആ ഒരു സിമെട്രിക്കൽ നേച്ചറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവിടെ എ സി അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എ സി അനാലിസിസ് മീൻസ് നമുക്ക് എ സി അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോമൺ മോഡ് ഗെയിനും ഡിഫറൻഷ്യൽ മോഡ് ഗെയിനും അതുപോലെ തന്നെ CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ദെൻ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അനാലിസിസിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഈ ഒരു ബേസിക് സർക്യൂട്ട് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ V1 ആൻഡ് V2 ആ രണ്ട് ട്രാൻസിസ്റ്റേഴ്സിൻ്റെയും ബേസിലേക്ക് കൊടുത്തേക്കുന്ന വോൾട്ടേജസ് ആണ്, നമ്മുടെ സോഴ്സ് വോൾട്ടേജസ് ആണ് V1ഉം V2. അപ്പം ഫോർ V1 ഈസ് ഈക്വൽ ടു V2, V1ഉം V2ഉം ഈക്വൽ ആവുന്ന കേസിൽ ദ കറണ്ട് IQ ഡിവൈഡ്സ് ഈക്വലി ഇൻ ടു ദ ട്രാൻസിസ്റ്റർ ബിക്കോസ് ഓഫ് ദ സിമെട്രി ഓഫ് ദ സർക്യൂട്ട്. സോ വെൻ V1 ഈസ് ഈക്വൽ ടു V2 ദ കറണ്ട് IQ ഡിവൈഡ്സ് ഈക്വലി ഇൻ ടു ദ ട്രാൻസിസ്റ്റർ ബിക്കോസ് ഓഫ് ദ, അപ്പം നമ്മൾ Q1ലും Q2യിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ അത് ഒരു സിമെട്രിക്കൽ സ്ട്രക്ചർ ആയതുകൊണ്ട് ആ കറണ്ട് രണ്ടും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പം അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇഫ് V1 ഈസ് നൗ ഇൻക്രീസ്ഡ് ബൈ VD/2, അപ്പോൾ V1 എന്ന് പറയുന്ന വോൾട്ടേജ് ഞാൻ VD/2 ഇൻക്രീസ് ചെയ്യുവാണ്. സോ നമ്മുടെ സോഴ്സ് വോൾട്ടേജ് ഒരു VD/2 ഇൻക്രീസ് നമ്മൾ V1ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ V2 ഈസ് ഡിക്രീസ്ഡ് ബൈ എ സെയിം എമൗണ്ട്, ദാറ്റ് ഈസ് VD/2. സോ V1 ഇൻക്രീസ് ചെയ്യുന്നു VD/2 ആൻഡ് V2 ഈസ് ഡിക്രീസ്ഡ് ബൈ VD/2. സോ നമുക്കറിയാം ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, നമ്മൾ ആ ഒരു ഡിഫറൻറ്റ് സിഗ്നലാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ. സോ ദ നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ആ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ആ ഒരു നെറ്റ് ഡിഫറൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് VD ആയിരിക്കും. സോ ഇവിടെ VD/2 ഇൻക്രീസ് ചെയ്യുന്നു, ഇവിടെ VD/2 ഡിക്രീസ് ചെയ്യുന്നു. സോ ദ ഡിഫറൻഷ്യൽ സ്മോൾ സിഗ്നൽ വോൾട്ടേജ് വാല്യൂ വിൽ ബി ഈക്വൽ ടു VD. സോ that is VD/2, V1 മൈനസ് V2 ആ രീതിയിൽ നമ്മൾ ഇവിടെ VD/2 ഇവിടെ മൈനസ് VD/2 ആണ്. സോ VD/2 മൈനസ് VD/2 ആ നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് VD ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം കോമൺ മോഡ് സിഗ്നൽ 0 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ആ ഡിഫറൻഷ്യൽ വാല്യൂ VDയും കോമൺ മോഡ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ഒരു കേസാണ് നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഗെയിൻ കണ്ടുപിടിക്കും. സോ നമുക്ക് നോക്കാം. കറണ്ട് IC1 IC2 എന്ന് പറയുന്ന ആ രണ്ട് ട്രാൻസിസ്റ്റേഴ്സിലൂടെ ഫ്ലോ ചെയ്യുന്ന കളക്ടർ കറണ്ടിന് എന്ത് സംഭവിക്കുന്നു നോക്കാം. കളക്ടർ കറണ്ട് IC1 വിൽ ഇൻക്രീസ് ബൈ IC ആൻഡ് IC2 വിൽ ഡിക്രീസ് ബൈ IC. സോ നമ്മൾ VD/2 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു V1 എന്ന് പറയുന്ന വോൾട്ടേജ്, V2 എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ സെയിം എമൗണ്ട് ഡിക്രീസ് ചെയ്യുവാണ്. സോ കറണ്ടും അതുപോലെ തന്നെയാണ് നടക്കുന്നത്. കളക്ടർ കറണ്ട് വിൽ ഇൻക്രീസ് ബൈ a small incremental value, that is IC, and IC2 will also decrease by IC. സോ ഇതാണ് കളക്ടറിൽ നടക്കുന്നത്, കളക്ടർ കറണ്ടിന് നടക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു ചേഞ്ച് ആണ്. സോ നമുക്കറിയാം ഒരിടത്ത് ഇൻക്രീസ് ചെയ്യുന്നു മറ്റൊരിടത്ത് ഡിക്രീസ് ചെയ്യുന്നു. സോ ദ നെറ്റ് കറണ്ട്, സോ ദ ടോട്ടൽ കറണ്ട് ത്രൂ Q1 ആൻഡ് Q2 റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ ഇതാണ് നമ്മളിവിടെ ഒരു VD ഡിഫറൻഷ്യൽ സ്മോൾ സിഗ്നൽ വാല്യൂ VD കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്. സോ ദ നെറ്റ് കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ ദ സം ഓഫ് ടോട്ടൽ കറണ്ട്സ് ത്രൂ Q1 ആൻഡ് Q2 റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആസ് കൺസ്ട്രെയിൻഡ് ബൈ ദ കോൺസ്റ്റൻറ്റ് കറണ്ട് IQ. സോ നമുക്ക് അവിടെ ഒരു കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദർ ഇസ് നോ ചേഞ്ച് ഓഫ് കറണ്ട് ത്രൂ RE. സോ REയിലൂടെ ഫ്ലോ ചെയ്യുന്ന ആ ഒരു കറണ്ടിന് ഒരു ചേഞ്ച് ഇല്ല, അത് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് പറയാം ദ വോൾട്ടേജ് VE, ആ എമിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, ഇതാണ് ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ദ വോൾട്ടേജ് അക്രോസ് E, that is the point E will remain same or will remain constant. So for small signal analysis we can consider that point E can be considered to be at ground potential. So നമുക്ക് അതിനെ E എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ നമുക്ക് ഗ്രൗണ്ട് പൊട്ടൻഷ്യലായിട്ട് അല്ലെങ്കിൽ സീറോ പൊട്ടൻഷ്യലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അങ്ങനെ മാറ്റി വരച്ച ഒരു സർക്യൂട്ട് ഡയഗ്രമാണിത്. സോ AC അനാലിസിസ് ആണ്. സോ ഇവിടെ VCC ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ കൊടുത്തേക്കുന്ന ഇൻക്രിമെൻറ്റ് വോൾട്ടേജ് അറിയാം VD/2 മൈനസ് VD/2. സോ നെറ്റ് വാല്യൂ VD ആണ്. ദെൻ ഗ്രൗണ്ട് ചെയ്തു. ഗ്രൗണ്ട് ചെയ്തതിൻ്റെ റീസൺ ആണ് നമ്മളിപ്പം പറഞ്ഞത്. കാരണം ആ എമിറ്ററിലൂടെ ഫ്ലോ ചെയ്ത് അല്ലെങ്കിൽ REന്ന്
പറയുന്ന ആ ഒരു റെസിസ്റ്റർ വാല്യൂയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ കൺസിഡർ ദ പോയിൻറ്റ് ഇ ടു ബി അറ്റ് ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ. സോ ഇതാണ് നമുക്ക് എ സി അനാലിസിസ് ചെയ്യാൻ വേണ്ടുന്ന കണ്ടീഷൻസ്. ഇനി നമുക്കിത് യൂസ് ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ഗെയിൻ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ നോക്കാം. സോ since both sides performance of a differential amplifier identical, അപ്പോൾ സിമെട്രിക്കൽ നേച്ചറാണ്. സോ നമുക്കൊരു ഹാഫ് സർക്യൂട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ഡിഫറൻഷ്യൽ ഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അതിനകത്തുനിന്ന് ഒരു ഹാഫ് സർക്യൂട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു സർക്യൂട്ടിൽ നിന്നും ഈ ഒരു ഹാഫ് പോർഷൻ മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ആർ സി ഇവിടെ ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. ഈ ഔട്ട്പുട്ട് നമുക്ക് V01 എന്ന് പറയാം. ദെൻ ഇവിടെ കൊടുത്തേക്കുന്നത് VD/2 ആണ്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്നത്. ദെൻ എമിറ്റർ ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. സോ ഈ ആർ സി ഗ്രൗണ്ട് ചെയ്തേക്കുന്നു, എമിറ്റർ ഗ്രൗണ്ട് ചെയ്തേക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഹാഫ് സർക്യൂട്ട്. അപ്പോൾ ഇത് സിമെട്രിക്കൽ നേച്ചർ ആയതുകൊണ്ട് ഈ ഒരു ഹാഫ് സർക്യൂട്ട് മാത്രമായിരിക്കും നമ്മളിവിടെ ആ ഒരു ഡിഫറൻഷ്യൽ ഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഹാഫ് സർക്യൂട്ട്. അപ്പോൾ ആ സർക്യൂട്ടാണ് ഈ വരച്ചിരിക്കുന്നത്, സിമെട്രിക്കൽ നേച്ചർ ആയതുകൊണ്ട്. ദെൻ ഇതിൻ്റെ സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് മോഡൽ ഇവിടെ വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈബ്രിഡ് പൈ മോഡൽ. സോ ദിസ് ഇസ് ദ ഹൈബ്രിഡ് പൈ മോഡൽ. സോ അത് വരയ്ക്കാൻ നമുക്കറിയാം. ട്രാൻസിസ്റ്റർ, സോ ഇവിടെ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ്, ദിസ് ഇസ് ബേസ്, കളക്ടർ ആൻഡ് എമിറ്റർ ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. ദെൻ നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുള്ളതാണ് അനലോഗ് സർക്യൂട്ട്സിനകത്ത്. സോ VD/2 എന്ന് പറയുന്നതാണ് ഇൻപുട്ട് വോൾട്ടേജ്. ദെൻ R⁻ ഇവിടെ വരും, ബേസിൽ R⁻ വരും. R⁻ ക്രോസുള്ള വോൾട്ടേജ് V⁻. ദെൻ ഇവിടെ ഒരു GM V⁻ കറണ്ട് സോഴ്സ് വരും. ദെൻ കളക്ടർ എന്ന് പറയുന്നത്, സോ കളക്ടറിൽ നിന്ന് RC എന്ന് പറയുന്ന റെസിസ്റ്റർ ഉണ്ട്, അത് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. സോ ദാറ്റ് ഈസ് ഗ്രൗണ്ടഡ് RC. സോ RCക്ക് ക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് V01. സോ ഇതാ ഒരു ഡിഫറൻഷ്യൽ ഹാഫ് സർക്യൂട്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് പൈ മോഡലാണ്. സോ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ നമ്മൾ RC കൺസിഡർ ചെയ്തിട്ടില്ല, RC അല്ല RS, ഇൻപുട്ടിൽ യൂസ് ചെയ്യുന്ന ആ ഒരു സീരീസ് റെസിസ്റ്റൻസ് RS, അതും കൂടെ വരുവാണെങ്കിൽ ഇവിടെ RSും കൂടെ നമ്മൾ വരയ്ക്കണം. സോ ഇവിടെ RS എന്ന് പറയുന്ന റെസിസ്റ്ററോടെ വരും സീരീസ് ആയിട്ട്. സോ അതിവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് ദ ഹൈബ്രിഡ് പൈ മോഡൽ. ദെൻ ഇവിടെ നമുക്ക് V01 മെഷർ ചെയ്യാം. V01 മീൻസ് ഈ RCക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. സോ ഇവിടെ നമ്മൾ V01 മെഷർ ചെയ്യുകയാണെങ്കിൽ, സോ ദിസ് കറണ്ട്, സോ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ദിസ് കറണ്ട് വാല്യൂ -I × R, ആ ഒരു വാല്യൂ ആണ്, -GM V⁻ × RC എന്ന് വരും V01 എന്ന് പറയുന്നത്. സോ ദിസ് കറണ്ട് ഇൻറ്റു RC, അതായിരിക്കും V01. സോ ആ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് മൈനസ് യൂസ് ചെയ്തേക്കുന്നത്. -GM V⁻ × RC ആണ് നമ്മുടെ V01. ദെൻ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ V⁻, ഇവിടെ RS എന്ന് പറയുന്ന റെസിസ്റ്റർ വരുവായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇവിടെ V⁻ എന്ന് പറയുന്നത് VD/2 ഈക്വൽ ആണ്, കാരണം ഈ VD/2 V⁻ പാരലായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഈ വോൾട്ടേജ് V⁻ ആൻഡ് VD/2 ആർ സെയിം. സോ എനിക്ക് V⁻ക്ക് പകരം VD/2 എന്ന് കൊടുക്കാം. സോ -GM × VD/2 × RC. സോ ഇവിടുന്ന് നമുക്ക് V01/VD ഡിറ്റർമിൻ ചെയ്യാം. V01/VD, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു -12 GM RC എന്ന് കിട്ടും. ഇത് ഒരു ഡിഫറൻഷ്യൽ ഹാഫ് സർക്യൂട്ടിൻ്റെ ആ ഒരു ഗെയിനാണ്. ദെൻ നമുക്ക് V02 അടുത്ത ഒരു ഹാഫ് എടുത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ V02/VD എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഒരു സൈൻ ചേഞ്ച് അവിടെ ഉണ്ടാവും, ½ GM RC. നമ്മൾ കളക്ടർ കറണ്ട് കേസൊക്കെ പറഞ്ഞതാണ്. IC1 കൂടുന്നു, IC2 കുറയുന്നു. സിമിലർലി ഇവിടെ ആ ഒരു ഡിഫറൻഷ്യൽ ഗെയിൻ സെക്കൻഡ് ഹാഫ് സർക്യൂട്ടിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ V02/VD എന്ന് പറയുന്നത് ½ GM RC ആയിരിക്കും. സോ നമുക്ക് രണ്ട് ഡിഫറൻഷ്യൽ വാല്യൂസും കിട്ടി. സോ ഇതിനെ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് എന്ന് പറയാം. സോ ഇഫ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഡിഫറൻഷ്യലി, സോ നമ്മൾ ഡിഫറൻഷ്യൽ ഇൻപുട്ട് കൊടുത്തിട്ട് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ADM അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഓരോന്നും സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ടാണ്, സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട്സ് ആണ് ഇത് രണ്ടും, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗെയിനാണിത്. ദെൻ ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ഡിഫറൻഷ്യലി, ദെൻ ദ ഡിഫറൻഷ്യൽ ഗെയിൻ വിൽ ബി V01 - V02/VD. സോ ഇതിനെ നമുക്ക് V01/VD - V02/VD, അപ്പോൾ ഇത് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് -12 GM RC - ½ GM RC എന്ന് വരും. സോ വി വിൽ ഗെറ്റ്
minus GMRC. So this is differential input, differential output. Single ended outputs ആണെങ്കിലാണ് ഈ ഒരു രണ്ട് റിലേഷൻസ് സെപ്പറേറ്റ് നമുക്ക് പറയാൻ. ഡിഫറൻഷ്യലി ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇതാണ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇൻപുട്ട്, ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഇൻപുട്ട്, ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ദെൻ ഓട്ടോമാറ്റിക്കലി ഇഫ് ഇറ്റ് ഈസ് സിംഗിൾ എൻഡഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ V01/VD, V02/VD ഇതാണ് സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ആണെങ്കിൽ ഉള്ള ഡിഫറൻഷ്യൽ ഗെയിൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഗെയിൻ മെഷർ ചെയ്യുന്നത്. സോ നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. R0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തിട്ടില്ല. സോ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R0 കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഇക്വേഷനകത്ത് അതും കൂടെ കൺസിഡർ, ഇക്വേഷൻ 1 എന്ന് പറയുന്നത് -GM × RC × RO. സോ ആ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടെ കൺസിഡർ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഗെയിൻ മെഷർ ചെയ്യുന്നത്. അതിന് ഹാഫ് സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഡിഫറൻഷ്യൽ ഗെയിൻ ഹൈബ്രിഡ് പൈ മോഡൽ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാം. ദെൻ അടുത്തത് കോമൺ മോഡ് ഗെയിൻ എങ്ങനെ മെഷർ ചെയ്യാൻ നോക്കാം. സോ കോമൺ മോഡ് ഗെയിൻ മെഷർ ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലല്ല. ഇവിടെ when both V1 and V2 are increased by voltage VC. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് V1 is increased by VD/2 and V2 is decreased by VD/2 എന്നാണ്. ഇവിടെ കോമൺ മോഡ് ഗെയിൻ ആണ് മെഷർ ചെയ്യേണ്ടത്. സോ V1 ഉം V2 നമ്മൾ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എ വോൾട്ടേജ് VC. ഇവിടെ ഡിഫറൻഷ്യൽ വോൾട്ടേജ് 0 ആയിരിക്കും, കാരണം V1 ഉം V2 VC ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. സോ നെറ്റ് ഡിഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കോമൺ മോഡ് സിഗ്നൽ എത്ര ആയിരിക്കും? VC ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഡിഫറൻഷ്യൽ സിഗ്നൽ VD ആയിരുന്നു, കോമൺ മോഡ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഈ കേസിൽ നമ്മൾ രണ്ടും ഒരേപോലാണ് ഇൻക്രീസ് ചെയ്യുന്നത്, VC. സോ ഹിയർ കോമൺ മോഡ് സിഗ്നൽ ഈസ് VC, ദ ഡിഫറൻഷ്യൽ വാല്യൂ വിൽ ബി 0. സോ ഇവിടെ ബോത്ത് കളക്ടർ കറണ്ട് ഇൻക്രീസസ് ബൈ IC. നേരത്തെ കേസിൽ IC1 IC ആയിട്ട് ഇൻക്രീസ് ചെയ്യും, IC2 IC ഡിക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആ ഇൻക്രിമെൻ്റൽ വാല്യൂ ഒരിടത്ത് ഇൻക്രീസ് ചെയ്യും, ഒരിടത്ത് ഡിക്രീസ് ചെയ്യും. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, കോമൺ മോഡ് സിഗ്നൽ ആയതുകൊണ്ട് രണ്ടിടത്തും ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ദ കറണ്ട് ത്രൂ RE ഇൻക്രീസസ് ബൈ 2 IC. സോ ഇവിടെ രണ്ടിടത്തും IC ആണെങ്കിൽ REയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ആ ഒരു എമിറ്റർ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 times IC ആണ്. സോ ദ വോൾട്ടേജ് അറ്റ് എമിറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 IC RE ആൻഡ് നോ ലോങ്ങർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു IQ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നും. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ വോൾട്ടേജ് അറ്റ് എമിറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ, കാരണം ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഈ രണ്ട് കറണ്ടും ഇൻക്രീസ് ചെയ്യുന്നത് IC ആയിട്ടാണ്. സോ ഈ കറണ്ട് എന്ന് പറയുന്നത് 2 times ആ ഒരു IC വാല്യൂ ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എമിറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ഗ്രൗണ്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ഡിഫറൻഷ്യൽ ഗെയിൻ കൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എമിറ്റർ ഗ്രൗണ്ട് ചെയ്യുന്നത്. കോമൺ മോഡ് ഗെയിൻ കേസിൽ നമുക്കങ്ങനെ ഗ്രൗണ്ട് കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ the emitter is increased by 2 IC RE and no longer remains constant. So we have to draw the common mode half circuit with RE replaced by 2 RE. ഇവിടെ emitter ഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ല. സോ RE replaced by 2 RE വെച്ചിട്ട് വേണം നമ്മൾ ഇത് വരയ്ക്കാൻ. സോ ആ ഒരു കോമൺ മോഡ് ഇവിടെ നമ്മൾ ആ എമിറ്റർ ഡയറക്റ്റ് ഗ്രൗണ്ട് അല്ല, 2 REയും കൂടെ കൺസിഡർ ചെയ്യണം. ആ 2 വരുന്നത് ഇൻക്രീസ് ഇൻ കറണ്ടാണ്, 2 IC RE. അത് വെച്ചിട്ടാണ് ഈ 2 RE പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ RE എന്ന് പറയുന്ന റെസിസ്റ്റർ റീപ്ലേസ്ഡ് ബൈ 2 RE. സോ ദിസ് ഇസ് ദ കോമൺ മോഡ് ഹാഫ് സർക്യൂട്ട്. ഇവിടെ കോമൺ മോഡ് സിഗ്നൽ VC ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡലാണ് ഈ വരച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ എമിറ്റർ എന്ന് പറയുന്നത്, സോ ദിസ് ഇസ് ദ എമിറ്റർ, ദിസ് ഇസ് ദ ബേസ് ടെർമിനൽ, ദിസ് ഇസ് ദ കളക്ടർ ആൻഡ് ദിസ് ഇസ് ദ എമിറ്റർ. സോ എമിറ്ററിൽ നിന്ന് 2 RE റെസിസ്റ്റർ വെച്ചിട്ട് ഗ്രൗണ്ട് ചെയ്യണം. അതാണ് ഇവിടെ ഉള്ളത് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് Vπ Rπ ഒക്കെ വരും, GM Vπ വരും. ദെൻ RC എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്കാണ്. സോ RC കളക്ടറിൽ നിന്ന് ഗ്രൗണ്ടിലേക്കാണ്. സോ RC നേരെ ഗ്രൗണ്ടിലേക്ക്. ദെൻ സിമിലർലി VCയുടെ ഈ പോയിൻ്റ് ഗ്രൗണ്ടിലേക്കാണ്. സോ ഈ രീതിയിലാണ്, ഒരു ടെർമിനൽ ബേസിലേക്കാണ്. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ കോമൺ മോഡ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഹൈബ്രിഡ് പൈ മോഡൽ ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ വരയ്ക്കുന്നത്. ദെൻ RCക്ക് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് V01. ദെൻ ഇവിടെ നമുക്ക് കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു ഡിഫറൻഷ്യൽ ഹാഫ് സർക്യൂട്ടിൻ്റെ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് V01/VC ആണ്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ദ കോമൺ മോഡ് വോൾട്ടേജ്. സോ നമുക്ക് V01ൻ്റെ എക്സ്പ്രഷൻ നോക്കാം. V01,
സോ ദിസ് ഈസ് ആർ സിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. സോ നമ്മളത് V01 ഇക്വേഷൻ നമുക്കറിയാം -GM_V pi ഇൻറ്റു ആർ സി. സോ -GM_V pi ഇൻറ്റു ആർ സി തന്നെയാണ് ഇവിടുത്തെ വാല്യൂ. ഇവിടുത്തെ കോമൺ വി സിയുടെ വാല്യൂ എനിക്ക് മെഷർ ചെയ്യണം. വി സി എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. സോ V01 നമ്മൾ എഴുതി, അത് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ദെൻ വി സി എങ്ങനെ എഴുതാമെന്ന് നോക്കാം. വി സി ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഇൻപുട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ബി ആണ്. സോ ഐ ബി ഇൻറ്റു, സോ വി ക്യാൻ റൈറ്റ് വി സി. സോ വി സി എന്ന് പറയുന്നത് ഈ കോമൺ മോഡ് വോൾട്ടേജ് ആണ്. വി സി എന്ന് പറയുന്നത് ഐ ബി ഇൻറ്റു ഇൻപുട്ട് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ആർ പൈയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അത് ഐ ബി ആണ്. സോ ആർ പൈ പ്ലസ്, ഇത് ശരിക്കും ബേസ് ടെർമിനലാണ്, ഇത് എമിറ്റർ ടെർമിനലാണ്. എമിറ്ററിലാണ് നമ്മൾ 2RE വരച്ചേക്കുന്നത്. ഈ ഒരു എമിറ്ററിലുള്ള ഈ ഒരു റെസിസ്റ്റൻസിനെ നമ്മൾ ഈ ഒരു ബേസിലേക്ക് നമ്മൾ മാറ്റി ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ, നമ്മളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമ്മളൊരു 1+ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ഈ ഒരു സർക്യൂട്ടിനെ, സോ ഈ വി സി ആർ പൈ, ദെൻ ഇവിടെ ഞാൻ RE കണക്ട് ചെയ്യുകയാണ്. അതായത് ഈ ബേസ് ടെർമിനലിലോട്ട് ഞാൻ ഈ RE കൺസിഡർ ചെയ്യുവാണെങ്കിൽ, എമിറ്ററിൽ നിന്നും ബേസിലേക്ക് മാറ്റി ഈ 2RE എന്ന് പറയുന്ന റെസിസ്റ്ററിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അപ്പോൾ അത് ഈ ആർ പൈക്ക് സീരീസ് ആയിട്ട് ബേസിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളൊരു 1+ ബീറ്റ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മുടെ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത്, സോ ബേസിലേക്ക് കൺസിഡർ ചെയ്യുവാണ് 2RE ഇൻറ്റു 1+ ബീറ്റ. നമ്മൾ സർക്യൂട്ട്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ്. ഈ നോഡിൽ നിന്നും ഈ നോഡിലേക്ക് ഞാൻ മാറ്റുവാണ്. എമിറ്റർ എന്ന് പറയുന്ന നോഡിൽ നിൽക്കുന്ന 2RE ഞാൻ ഈ ബേസ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് സ്വിച്ച് ചെയ്ത് വരയ്ക്കുമ്പോൾ, അപ്പോൾ ആർ പൈയും 2REയും അത് സീരീസ് ആയിട്ട് വരും. സോ 2RE ഇൻറ്റു 1+ ബീറ്റ, ഒരു 1+ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു റിലേഷൻ വി സിക്ക് കിട്ടുന്നത്, കറണ്ട് ഇൻറ്റു ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. സോ V01/Vc നമ്മൾ മെഷർ ചെയ്തു. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ശരിക്കും -GM_V pi, ഇത് ആ കളക്ടർ കറണ്ട് തന്നെയാണ്. IC ഇൻറ്റു ആർ സി എന്ന് എനിക്ക് എഴുതാം. IB ഇൻറ്റു ഡിനോമിനേറ്റർ സെയിം തന്നെ. സോ ഇതിന് ഞാൻ IC എന്ന് തന്നെ കൊടുത്തു. സോ IC ഇൻറ്റു ആർ സി. വാട്ട് ഈസ് IC? IC എന്ന് പറയുന്നത് ബീറ്റ IB ആണ്. ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബീറ്റ IB ഇൻറ്റു ആർ സി. ഇവിടെ IB ഇൻറ്റു ആർ പൈ പ്ലസ് 2RE, ഡിനോമിനേറ്റർ സെയിം ആണ്. ദെൻ ഇവിടെ നമുക്ക് IB ക്യാൻസൽ ചെയ്യാം. സോ -ബീറ്റ ആർ സി ബൈ ആർ പൈ പ്ലസ് 2RE ഇൻറ്റു 1+ ബീറ്റ എന്ന് എഴുതാം. ഇവിടെ ആർ പൈ എന്ന് പറയുന്ന വാല്യൂ വെരി സ്മോൾ വാല്യൂ ആണ് കമ്പയറിങ് ടു ദിസ് ടേം. ഈ ഒരു ടേം കൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർ പൈ സ്മോൾ ആണ്. സോ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് ഇക്വേഷൻ 1നെ -ബീറ്റ ആർ സി ബൈ 2RE ഇൻറ്റു 1+ ബീറ്റ എന്ന് എഴുതാം. ബീറ്റ എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ 1+ ബീറ്റയെ നമുക്ക് ബീറ്റ എന്ന് തന്നെ എഴുതാം. സോ -ബീറ്റ ആർ സി ബൈ 2RE ഇൻറ്റു ബീറ്റ, കാരണം ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ബീറ്റ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -RC ബൈ 2RE എന്നൊരു റിലേഷൻ നമുക്ക് കോമൺ മോഡ് ഗെയിന് കിട്ടും. ദെൻ ഇതിനെ നമുക്ക് GMൻ്റെ ടേംസിലും എക്സ്പ്രസ് ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ 1 ഇങ്ങനെയാണ്: -ബീറ്റ ആർ സി ആർ പൈ പ്ലസ് 2RE ഇൻറ്റു 1+ ബീറ്റ. ഓക്കെ, ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ഓൾറെഡി പറഞ്ഞു ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് ഇതിനെ ബീറ്റ എന്ന് എഴുതാം, -ബീറ്റ ആർ സി. ഇപ്പോൾ ഇവിടെ 2 അസംഷൻസ് ഞാൻ പറഞ്ഞിരുന്നു, ആർ പൈ സ്മോൾ ആൻഡ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ ഇവിടെ ആ ഇക്വേഷൻ 1 തന്നെ, സോ ഇത് കോമൺ മോഡ് ഗെയിൻ ഇക്വേഷൻ ആണ്. സോ ആ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഈ 1+ ബീറ്റയെ ബീറ്റ എന്ന് തന്നെ എഴുതാം, -ബീറ്റ ആർ സി ആർ പൈ പ്ലസ് 2RE ബീറ്റ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബീറ്റ എന്ന് പറയുന്നത് GM_R_pi ആണ്. ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ സർക്യൂട്ട്സിൽ സ്മോൾ സിഗ്നൽ അനാലിസിസിൽ പഠിച്ചിട്ടുള്ളതാണ്. ബീറ്റ GM_R_pi ആണ്. സോ GM_R_pi എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. GM_R_pi ഇൻറ്റു ആർ സി, ഡിനോമിനേറ്ററിൽ ആർ പൈ പ്ലസ് 2RE ഇൻറ്റു GM_R_pi. സോ ബീറ്റയ്ക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ പൈ, ഡിനോമിനേറ്ററിൽ ആർ പൈ, ഇവിടെ ആർ പൈ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് -GM_RC. സോ ഇവിടുന്ന് ആർ പൈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -GM_RC ബൈ 1 + 2 GM_RE എന്ന് നമുക്ക് കിട്ടും. ഇതാണ് കോമൺ മോഡ് ഗെയിനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർ സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട്. സോ സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് കോമൺ മോഡ് ഗെയിൻ ഇക്വേഷൻ നമുക്ക്
കിട്ടി. മൈനസ് ജി എം ആർ സി ബൈ 1 + 2 GMRE. സോ ഇക്വേഷൻ കോമൺ മോഡ് ഗെയിനിൻ്റെ ഫൈനൽ ഇക്വേഷൻ ഇതാണ്. ദെൻ അതിനെ ആർ സിയുടെയും ആർ ഇയുടെയും ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതാണ് ഈ പറഞ്ഞത്. അപ്പം ഈ റിലേഷൻ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ CMRR ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ CMRR എന്ന് പറയുന്നത് നമുക്കറിയാം മോഡുലസ് ഓഫ് കോമൺ മോഡ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ADM ബൈ കോമൺ മോഡ് ഗെയിൻ. അതിനെ DVയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. സോ ജനറലി നമുക്കിങ്ങനെ പറയാം മോഡുലസ് ഓഫ് ADM ബൈ ACM. സോ ADM എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ മോഡ് ഗെയിനും ACM എന്ന് പറയുന്നത് കോമൺ മോഡ് ഗെയിനുമാണ്. നമ്മൾ കോമൺ മോഡ് ഗെയിൻ ഇവിടെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. ഡിഫറൻഷ്യൽ മോഡ് ഗെയിനും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഇതാണ് മൈനസ് GMRC. കോമൺ മോഡ് ഗെയിൻ ഈ വാല്യൂ ആണ് മൈനസ് GMRC ബൈ 1 + 2 GMRE. അപ്പോൾ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മോഡുലസ് എടുക്കുമ്പോൾ മൈനസ് ഒക്കെ പോവും. സോ ഇവിടെ GMRC ഇവിടെയും മൈനസ് പോയി. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു GMRC ബൈ 1 + 2 GMRE. സോ ADM നമ്മൾ നേരത്തെ ഡിറ്റർമിൻ ചെയ്ത വാല്യൂവും 1 എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്ത ഇക്വേഷനും ACM എന്ന് പറയുന്നത് ഈ വാല്യൂവും. സോ അതിൻ്റെ മോഡുലസ് എടുത്ത് ഇവിടെ എഴുതി. ദെൻ നമ്മളതിനെ ഈ GMRC ഇവിടുന്ന് ക്യാൻസലായി പോകും. സോ നമുക്ക് 1 + 2 GMRE എന്ന് കിട്ടും. ദെൻ ഈ 1 + 2 GMRE എന്ന് പറയുന്നതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 2 GMRE എന്ന് എഴുതാം. സോ ദിസ് ഇസ് ദ ഫൈനൽ വാല്യൂ ഓഫ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. സോ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോയുടെ വാല്യൂ ഇതാണ്. സോ ഈ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ADMും ACMും ഡിറ്റർമിൻ ചെയ്യുക. അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് CMRR വാല്യൂ കിട്ടും. ദെൻ നമുക്കിനി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസും മെഷർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ RSും കൂടെ കൺസിഡർ ചെയ്യുവാണ്. ഒരു സോഴ്സ് റെസിസ്റ്റൻസും കൂടെ കൺസിഡർ ചെയ്ത് ഞാൻ ഇൻപുട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണ്. സോ നമ്മുടെ ഹൈബ്രിഡ് പൈ മോഡലാണ് ഈ വരച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ അനാലിസിസ് ചെയ്തപ്പോൾ RS കൺസിഡർ ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ RSും കൂടെ കൺസിഡർ ചെയ്യുന്നു. സോ ഇവിടെ RS വരും, RΠ വരും, ബാക്കി GMVπ RC. സോ ദിസ് ഇസ് എ ഹൈബ്രിഡ് പൈ മോഡൽ. ദെൻ ഇവിടെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇൻപുട്ട് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്യാം. RI എന്ന് പറയുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. സോ ഇവിടെ കൊടുത്തേക്കുന്ന വോൾട്ടേജ് VD/2 ആണ്. സോ VD/2 ഇൻറ്റു IB ഇൻപുട്ട് കറണ്ട് IB. RSും RΠ സീരീസ് ആണ്. സോ RS + RΠ. സോ ഇവിടുന്ന് VD/IB മെഷർ ചെയ്താൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് കിട്ടും VD/IB. ദാറ്റ് ഈസ് 2 ഇൻറ്റു RS + RΠ. സോ ഈ രീതിയിൽ നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യാം. 2 ഇൻറ്റു RS + RΠ. ദാറ്റ് ഈസ് VD/IB വാല്യൂ. സിമിലർലി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ മതി. ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RC ആയിരിക്കും. ഓക്കെ, താങ്ക് യു.